പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ കൂടി നാം ഓരോരുത്തരും കടന്നു പോകും. ഹാർഡ് ടൈംസ് അല്ലേ? അങ്ങനെ വരുമ്പോൾ നാം ഒറ്റപ്പെട്ടു പോയിട്ടുള്ള അനുഭവങ്ങൾ കാണും, തെറ്റിദ്ധരിക്കപ്പെടുന്ന അനുഭവങ്ങൾ കാണും. എന്നാൽ ഒരു സന്തോഷമുള്ളത് എന്നാന്ന് വെച്ചാൽ, നമ്മളപ്പോൾ വേദനിക്കുവാണോ, ഹൃദയം നുറുങ്ങുവാണോ, ഹൃദയം തകർന്നിരിക്കുവാണോ, ഒറ്റപ്പെട്ടിരിക്കുവാണോ, ആ ചിന്തയാണോ നിന്നെ അലട്ടുന്നത്? ഇതെല്ലാം യേശു കർത്താവിന് മനസ്സിലാകും. കാരണം 33 തിരുവയസ്സ് വരെ താൻ ഈ ലോകത്തിൽ ജീവിച്ചത് പച്ച മനുഷ്യനായിട്ട്. എ ഫുൾ റേഞ്ച് ഓഫ് ഇമോഷൻസ് താനത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെ ഫീലിങ് എന്താണെങ്കിലും ഒരു കാര്യം ഓർത്തോണം, അവൻ നിന്നെ ഇട്ടിട്ട് പോകത്തില്ല. അവൻ നിന്നെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നിൻ്റെ കൂടെയുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവനോട് എന്ത് പറഞ്ഞാലും അവനത് ശ്രദ്ധിക്കുകയും ചെയ്യും. നീ ചോദിക്കുന്ന കാര്യം, നീ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക മാത്രമല്ല, അതിന് നിനക്ക് വേണ്ടുന്ന ഉത്തരവും അവൻ തരും. ഇന്ന് പകൽക്കാലം ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോവുക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഇറങ്ങിപ്പോയി. തടാകത്തിലൊരു ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്ക ചെന്ന്, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. നമ്മൾ ടയേർഡായി പോയാൽ നാം എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കർത്താവിനറിയാം. ചിലപ്പോൾ ഒരിക്കലും ടയേർഡായി പോകാത്ത പോലെ നമ്മൾ ടയേർഡായി പോകാറുണ്ട്. ചിലപ്പോൾ നീ രാത്രി മുഴുവൻ ഉറക്കളിച്ചിട്ടായിരിക്കാം. ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സമയം ചെലവഴിച്ച ശേഷം നുഴഞ്ഞു വന്നായിരിക്കും നീ ബെഡേ കയറിയത് വീട്ടിൽ വന്നു കഴിഞ്ഞ്. ചിലപ്പോൾ നിൻ്റെ ടീമും ഒക്കെ ആയിട്ട് ഒരു ടഫായിട്ടുള്ള വർക്കൗട്ട് കഴിഞ്ഞിട്ടായിരിക്കും നീ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നീ മണിക്കൂറുകൾ പരീക്ഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും വരുന്നത്. നിൻ്റെ ഫാമിലിയോ ഫ്രണ്ട്സിനെയോ സ്കൂളിനെയോ ഒക്കെ ഓർത്ത് ഭാരപ്പെട്ട് വറിയടിച്ച് കുഞ്ഞെ നീ എക്സോസ്റ്റഡ് ആയിട്ടാണോ ഇരിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ഫീലിങ്സ് എന്താണെന്ന് അങ്ങനെയുള്ളപ്പോൾ അല്ലേ? എന്നാൽ നിനക്ക് അതിശയം തോന്നുന്നുണ്ടോ? യേശു കർത്താവിനും അതെങ്ങനെയാണെന്ന് നല്ലവണ്ണം അറിയാം. പക്ഷേ യേശു ദൈവമാണ്. പിന്നെങ്ങനെ അവൻ ടയേർഡാകുന്നത്? He's God. Doesn't that mean that Jesus has some kind of I don't ever need to sleep superpower? Yes and no. Jesus 100% he is God, but he is also 100% human. പലരെയും പഠിപ്പിച്ച് ടീച്ച് ചെയ്ത് സൗഖ്യമാക്കി കോൺസ്റ്റൻ്റായിട്ട് യേശു കർത്താവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ആ ദിവസം അവൻ തൻ്റെ ഫ്രണ്ട്സുമായിട്ട് ആ ബോട്ടേ കയറി. ഓൺ ബോർഡായ ശേഷം നമ്മളവിടെ കാണുന്നുണ്ട്, അവൻ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അവർ കാറ്റിനകത്ത് അകപ്പെട്ടു. അതിൽ ചിലരൊക്കെ ശിഷ്യന്മാർ ചിലരൊക്കെ വലിയ കൊടുങ്കാറ്റ് പോയിട്ടുള്ളവരാണ്. കാരണം കൂടുതൽ പേരും ഫിഷർമെൻ അല്ലേ? അവർ കൊടുങ്കാറ്റിൽ കൂടെയൊക്കെ സെയിൽ ചെയ്ത് പോയിട്ടുള്ളതാണ്.
പക്ഷേ അവർ പോലും വറിയടിച്ചു. അവർക്ക് തോന്നി അവരെ ഡ്രൗൺ ചെയ്യും, മുങ്ങിപ്പോകുമെന്ന് തോന്നി. അവരുടെ ചുറ്റും ഈ കാറ്റുകൾക്ക് ശക്തി കൂടി വന്ന സമയത്തും യേശു കർത്താവ് ഒരുക്കമാണ്. തന്നെയുമല്ല, ഇതുപോലൊരു കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ യേശു കർത്താവ് ഉറങ്ങിപ്പോയെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു കർത്താവ് ടയേർഡായിരുന്നായിരിക്കും. അതാണല്ലോ, അത് മതിയല്ലോ ഒരു സിമ്പിൾ പ്രൂഫായിട്ട് യേശു കർത്താവ് പക്ക ഒരു ഹ്യൂമൻ ആയിരുന്നെന്ന് അറിയണമെങ്കിൽ ഈ ഉദാഹരണം മതിയല്ലോ ദൈവമക്കളെ. സയൻറ്റിസ്റ്റിനറിയാം, നമ്മൾ മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ നാം ഉറങ്ങേണ്ട ആവശ്യമുണ്ട്. വി നീഡ് സ്ലീപ്പ് ടു ലീവ്. യേശുവിൻ്റെ ശരീരവും മനസ്സും ഒക്കെ തളർന്നിട്ടുണ്ടാകാം. അവന് ആ നാപ്പ് ആവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർത്തുകൊള്ളണം, അവൻ ദൈവമാണ്. അവന് നമ്മുടെ ആ ടയേർഡ് ഫീലിംഗ് അങ്ങ് ടേൺ ഓഫ് ചെയ്ത് നമ്മളെ ബലമുള്ളവരാക്കി മാറ്റാൻ കഴിയും. പക്ഷെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ദൈവത്തോട് അടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. He wanted to relate to us, so he chose to feel the same things that we do. അവൻ്റെ ഫ്രണ്ട്സ് അവനെ ഉണർത്തേണ്ടി വന്നു. ഗുരു ഗുരു അല്ലേ, മാസ്റ്റർ മാസ്റ്റർ വി ആർ ഗോയിങ് ടു ഡ്രൗൺ. അവർ ഷൗട്ട് ചെയ്ത് പറഞ്ഞു. ഹല്ലേലൂയ. ഷോൾഡറൊക്കെ ഷേക്ക് ചെയ്ത് യേശുവിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റി വിവരം യേശുവിനെ ഗ്രഹിപ്പിച്ചു. അവൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴും ദൈവകർത്താവിന് പറയാനൊരു കാര്യമേ ഉള്ളൂ, ഞാൻ ദൈവമാണെന്ന്. He said a few words and the storm disappeared. അല്പം ചില കാര്യങ്ങൾ താൻ പറഞ്ഞു, ആ കൊടുങ്കാറ്റ് മാറിപ്പോവുകയും ചെയ്തു. ആ സ്റ്റോം അങ്ങ് മാറി. ആ ബോട്ടിലപ്പോൾ ഉണ്ടായിരുന്ന ഒരൊറ്റ ശിഷ്യന്മാർക്കും അങ്ങനെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. സ്റ്റോമിനെ ഞാൻ പുറത്താക്കി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഹീ സ്ലെപ്റ്റ് ഓൾസോ. ഞാൻ പറയട്ടെ, അടുത്ത പ്രാവശ്യം എല്ലാ ദിവസവും ഒന്നുമല്ല, ചില സമയത്ത് നമ്മളങ്ങ് എക്സോസ്റ്റഡ് ആകും. ഒരു റൺ ഔട്ട് ഫീലിങ് അല്ലേ, ഫീലിങ് ഫോൺ ഔട്ട്, അതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഓർത്തോണം, യേശു എന്തുവാ അപ്പം ഫീൽ ചെയ്ത് എന്നുള്ളത്. നിൻ്റെ ക്ഷീണവും കണ്ടുകൊണ്ടായിരിക്കുന്നത്, നിൻ്റെ പ്രയാസവും കണ്ടുകൊണ്ടായിരിക്കുന്നത്. ആ ദൈവത്തിന് നിന്നെ ഉദ്ധരിക്കുവാൻ, നിൻ്റെ ക്ഷീണം മാറ്റുവാൻ കഴിയത്തില്ലേ? നമ്മുടെ ബുദ്ധിമുട്ടുള്ളവന് മനസ്സിലാവും. ബൈബിളിലെ ഷോർട്ടസ്റ്റ് വേഴ്സ് ഏതാണെന്നറിയാമോ? യോഹന്നാൻ 11:35. യേശു കണ്ണുനീർ വാർത്തു. അത് ഇംഗ്ലീഷിൽ 2 വേർഡേ ഉള്ളൂ, ജീസസ് വെപ്റ്റ്. മറ്റേ ഒരു വശം എന്താണെന്ന് വെച്ചാൽ ഈ 2 കൊച്ചു വാക്ക്, ജീസസ് വെപ്റ്റ്, യേശു കണ്ണുനീർ വാർത്തു, അത് നമ്മുടെ ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുക. അതായത് യേശു സാഡാകുമായിരുന്നെന്ന്. മാർത്തയും മറിയയും ദൈവത്തിൻ്റെ നല്ല ഫ്രണ്ട്സാണ്. പക്ഷേ ഒരു ദിവസം മെസ്സേജ് യേശുവിന് അയച്ചു, നിനക്ക് പ്രിയനായ ദീനമായിട്ട് കിടക്കുക, യേശു വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ അവൻ ദൈവമായിരുന്നതിനാൽ, ആ ദൈവത്തിന് സകലതും അറിഞ്ഞിരുന്നതിനാൽ തൻ്റെ ശിഷ്യന്മാരോട് അവനൊരു കാര്യം പറഞ്ഞു, ലാസർ ഉയർത്തെഴുന്നേൽക്കുക ചെയ്യും. ഇതറിയാവുന്നവൻ പറഞ്ഞു. ലാസസ് മരിക്കുക മാത്രമല്ല, യേശു അവനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്യും. യേശുവിനറിയാം ഈ സംഭവത്തിന് ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടെന്ന്. എന്നാൽ അവിടെ നിൽക്കുന്നവർക്ക് അറിയില്ല. പ്രൈസ് ഗോഡ്. യേശു ഒരു ഹാപ്പി എൻഡിങ്
ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ സാഡാകേണ്ട ആവശ്യമുണ്ടോ? യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഇമോഷൻസ് അവനെയും ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. അവൻ സീനിലേക്ക് വന്നപ്പോൾ യേശു ആദ്യം മാർത്തയാണ് കണ്ടത്. എന്തുകൊണ്ടാണ് തൻ്റെ സഹോദരനെ സഹിക്കാൻ വന്നതെന്ന് ഓർത്ത് യേശു അതിശയിച്ച് കാണും. അതിനുശേഷം യേശു മേരിയെ കണ്ടു, ഒരു കൂട്ടം ജനത്തെ കണ്ടു. അവരെല്ലാം കരയുക. എന്തുകൊണ്ടാണ്? ലാസർ ഹല്ലേലൂയ മരിച്ചുപോയി. മേരി അവനെ കല്ലറയ്ക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് യേശു കണ്ണുനീർ വാർത്തു. യേശുവിനറിയാമായിരുന്നു അവൻ ലാസറിനെ വേർപ്പിക്കാൻ പോവുക, മരിച്ചവരിൽ നിന്ന് ലാസറിനെ വേർപ്പിക്കാൻ പോവുക. പിന്നെ എന്തിനാ യേശുവിന് സാഡ്? യേശു സാഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം മാർത്തയും മേരിയും എക്സ്പീരിയൻസ് ചെയ്യുന്ന വേദന അവനറിയാമായിരുന്നു. മരണത്തെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച് ഒക്കെ ബൈബിൾ വ്യക്തമായി നമ്മെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യനായി ജീവിക്കുക, ഒരു വിശുദ്ധനായി ജീവിക്കുക അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. ദൈവമക്കളെ നമുക്കതിനായി സമർപ്പിച്ചു കൊടുക്കാം. ഒരു വിശുദ്ധ ജീവൻ നയിപ്പാൻ കർത്താവ് നമുക്ക് ഒക്കെ പ്രാപ്തി തരട്ടെ. അത് ജീവിതത്തിൽ സ്വസ്ഥതയ്ക്ക് കാരണമായി തീരുകയും ചെയ്യട്ടെ. കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നടത്തുന്ന വഴികൾക്കായിട്ട് സ്തോത്രം. താഴ്മയോടെ കർത്താവെ നിൻ്റെ സന്നിധിയിൽ വസിച്ച് സുവിശുദ്ധിയോടെ വചനത്തിനകത്തേക്ക് ഞങ്ങളെ ഇറക്കിക്കൊണ്ടുപോകാൻ തക്കവണ്ണം കർത്താവിൻ്റെ പ്രസാദം തോന്നുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളെയും കർത്താവ് സഹായിക്കണം. പുതുജീവൻ തരണം, പുതുശക്തി തരണം, പുതിയ പെർസ്പെക്റ്റീവ്, പുതിയൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തെരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.